ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ നിങ്ങൾക്കറിയാവോ, 1 ഒക്ടോബർ 2025 ഗോൾഡ് പ്രൈസ് ഓൾ ടൈം ഹൈ എത്തി. 10 ഗ്രാമിന് 1,21,000 രൂപ കടന്നു. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം സെയിം ആണ്, ഗോൾഡിന്റെ വില ഇനിയും കൂടുമോ എന്നുള്ള കാര്യം. അപ്പൊ സ്വർണ്ണത്തിന്റെ വില ഇപ്പൊ ഇങ്ങനെ കൂടിയതിന്റെ കാരണം സിമ്പിൾ ആണ്. കാരണം എന്താണ്, അൺസർട്ടനിറ്റി സമയത്ത് ഗോൾഡ് എന്ന് തിളങ്ങും. അപ്പൊ സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ ഇപ്പൊ പറയാം. ഇപ്പം എന്താണ്, പല സെൻട്രൽ ബാങ്കുകളും US ഡോളർ, അതുപോലെ ഗവൺമെന്റ് ബോണ്ടിലേക്കുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. കാരണം ഗോൾഡിന്റെ വാല്യൂ എന്താണ്, ഒരു സിംഗിൾ കൺട്രി അല്ലെങ്കിൽ എക്കോണമിയിലേക്ക് ടൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ. ഇപ്പൊ ചൈന അതുപോലെ തന്നെ പോളണ്ട് നല്ല രീതിയിൽ തന്നെ ഗോൾഡ് വാങ്ങി കൂട്ടുന്നുണ്ട്. ഇപ്പൊ ചൈനന്റെ മെയിൻ റീസൺ US ഡോളറിലേക്കുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ടെൻഷനൊക്കെ എന്താണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 2025 ഡേറ്റ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ആവുമ്പോഴേക്കും പോളണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ബയർ ആയിട്ട് മാറും. അപ്പൊ ഈ വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പോളണ്ട് അവരുടെ റിസർവിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന 67 ടൺ ഗോൾഡ് ആണ്. ഓഗസ്റ്റ് അവസാനം ആവുമ്പോഴേക്കും അവരുടെ ടോട്ടൽ ഹോൾഡിംഗ്സ് 515 ടൺ ആവും. അപ്പൊ പോളണ്ട് ഇങ്ങനെ ഗോൾഡ് വാങ്ങുന്നത് അവരുടെ സേഫ്റ്റിക്കായിട്ടാണ്. കാരണം എന്താണ്, അവരുടെ അയൽരാജ്യമായ റഷ്യയായിട്ടുള്ള ടെൻഷൻ കൂടുന്നുണ്ട്. ഓൾമോസ്റ്റ് 7 വർഷത്തിന് ശേഷം നടക്കാൻ ചാൻസ് ഉള്ള US ഗവൺമെന്റ് ഷട്ട് ഡൗണിന്റെ അൺസർട്ടനിറ്റിയും ഗോൾഡ് പ്രൈസ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്നുണ്ട്. അപ്പോൾ US ഫെഡറൽ ഗവൺമെന്റ് ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ആയി. അപ്പൊ ഇതിന് കാരണം ബഡ്ജറ്റിനെ കുറിച്ചുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലിടയിലുള്ള ഡിസഗ്രിമെന്റ് കൊണ്ടാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ എന്താണ്, രാജ്യം മുഴുവനും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എയർ ട്രാവൽ മുതൽ നമ്മൾ എന്താണ് സൂ വിസിറ്റ് ചെയ്യുന്ന പോലെ എല്ലാ കാര്യത്തിനും അത് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഏകദേശം 7.5 ലക്ഷം ഫെഡറൽ എംപ്ലോയീസ് ശമ്പളം ഇല്ലാതെ ലീവിന് അവരെ അയച്ചിട്ടുണ്ട്. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഹിച്ചിട്ടുള്ള എന്താണ് ഹൈ താരിഫ്, ഇതിൽ എന്താണ് ഇന്ത്യയും വരുന്നുണ്ട്. അപ്പൊ ഇത് US എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുതലാക്കുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ കൂടുന്നതും ജോബ് മാർക്കറ്റ് വീക്ക് ആവുന്നതുകൊണ്ടൊക്കെ എന്താണ് US ഡോളറിന്റെ വാല്യൂ കുറയുന്നുണ്ട്. പൊതുവെ US ഡോളർ വീക്ക് ആവുന്നത് പൊതുവെ തന്നെ എക്കണോമിക് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ പോളിസി അൺസർട്ടനിറ്റി കൊണ്ടാണ്. അപ്പൊ ഇത് ഡയറക്ട്ലി എന്താണ് ഗോൾഡിന്റെ വില കൂട്ടും. കാരണം ഗോൾഡ് US ഡോളറിൽ പൈസ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഗോൾഡ് ചെറിയ കോസ്റ്റിൽ ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ട്രെൻഡ് നമുക്ക് നോക്കാം. അപ്പൊ ഈ അടുത്ത് സിൽവറിൽ നമ്മൾ സ്ട്രോങ് റാലി കണ്ടു. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ വില എന്താണ് 59% കൂടി. MCX എന്നുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിൽ 1 കിലോ സിൽവറിന് 57,626 രൂപയിൽ നിന്ന് 1,38,079 രൂപയായിട്ട് കൂടി. 19.1% CAGR ആണ് കാണിക്കുന്നത്. സിൽവറിന്റെ വില ഇതുപോലെ തന്നെ കൂടാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ വന്ന് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നതാണ്. രണ്ടാമത്തേതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം സിൽവർ ഒരു സേഫ് ഹാവൻ അസറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്ലൈ ഡെഫിസിറ്റ്. ഇപ്പൊ സിൽവർ മാർക്കറ്റ് എന്താണ്, ഇപ്പം 7 വർഷം തുടർച്ചയായിട്ട് സപ്ലൈ ഡെഫിസിറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലഭ്യമായിട്ടുള്ള സിൽവർ മെറ്റലിന് മേലെ തുടർച്ചയായിട്ട് പ്രഷർ ഉണ്ടായി. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു സിംഗിൾ പോർട്ട്ഫോളിയോയിൽ ഗോൾഡും സിൽവറും ഒരേപോലെ ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ? ഇത് നിങ്ങൾ കേട്ടോ, അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് ഗോൾഡ് സിൽവർ റേഷ്യോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പോർട്ട്ഫോളിയോ തന്നെ ഗോൾഡും സിൽവറും ഒന്നിച്ച് ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പം ഇവിടെ ആശ്ചര്യപ്പെടുന്നുണ്ടാവും. അതായത് എന്താണ്, നമുക്കിപ്പോൾ എന്താണ് ഗോൾഡ് അതുപോലെ സിൽവറിന്റെ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഗോൾഡ് സിൽവർ റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് കിട്ടും എത്ര ഔൺസ് സിൽവർ വേണം 1 ഔൺസ് ഗോൾഡ് വാങ്ങാൻ എന്നുള്ള കാര്യം. 1 ഔൺസ് എന്ന് പറഞ്ഞ് 28.3495 ഗ്രാംസ് ആണ്. റുപ്പീസിൽ നമ്മൾ ഗോൾഡ് സിൽവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ വേറെ ഏതെങ്കിലും കറൻസിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ് പെർ ഗ്രാം ഓർ ഔൺസ് ഡിവൈഡഡ് ബൈ കറന്റ് പ്രൈസ് ഓഫ് സിൽവർ പെർ ഗ്രാം ഓർ ഔൺസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ 1 ഗ്രാം ഗോൾഡിന് 12,000 രൂപയാണ് നിങ്ങൾ വിചാരിക്കുക. അതുപോലെ 1 ഗ്രാം സിൽവറിന് 150 രൂപയാണെങ്കിൽ ഗോൾഡ് സിൽവർ റേഷ്യോ വരുന്നത് 12,000 ഡിവൈഡ് ബൈ 150, അതായത് 80 ആയിരിക്കും ഗോൾഡ് സിൽവർ റേഷ്യോ വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഇപ്പോഴത്തെ വിലയിൽ നിങ്ങൾക്ക് 1 ഗ്രാം ഗോൾഡ് വാങ്ങാൻ 80 ഗ്രാം സിൽവർ വേണമെന്നാണ്. ഇപ്പം ഗോൾഡ് സിൽവർ റേഷ്യോ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, സിൽവർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോൾഡ് ഇവിടെ എക്സ്പെൻസീവ് ആണ്. അതിൽ സിൽവർ അണ്ടർ വാല്യൂഡ് ആവാം ഇവിടെ. ഇനിയിപ്പോ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ റേഷ്യോ സജസ്റ്റ് ചെയ്യുന്നത് സിൽവർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് അണ്ടർ വാല്യൂഡ് ആയിരിക്കും എന്നാണ്. ഓഗസ്റ്റ് പ്രകാരം ഈ റേഷ്യോ വരുന്ന ഏകദേശം 86x ആണ്. ലോങ് ടേം ആവറേജ് ആയ 69x എന്താണ് നല്ലപോലെ കൂടുതലാണ്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റേഷ്യോ എപ്പോഴൊക്കെ കൂടുതലാണോ അത് സൂചിപ്പിക്കുന്നത് ഗോൾഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സിൽവർ അണ്ടർ വാല്യൂഡ് ആണെന്നാണ്. അതുപോലെ മിക്കപ്പോഴും ഈ ഒരു പീരീഡിന് ശേഷം സിൽവർ മിക്കപ്പോഴും ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിൽവർ ഇപ്പോൾ ഗോൾഡിനേക്കാളും ചീപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സിൽവർ ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് കോർണററി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി നമുക്ക് സിംഗിൾ പോർട്ട്ഫോളിയോ ഗോൾഡും സിൽവറും ഒന്നിച്ച് ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് നോക്കാം. ഗോൾഡ് അതിൽ സിൽവറിലേക്ക് രണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന 3 ഫണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ഫണ്ടാവും നമ്മൾ നോക്കുന്നത്. മിറായ് അസറ്റ് ഗോൾഡ് സിൽവർ പാസീവ് ഫണ്ട് ഓഫ് ഫണ്ട് ഓഗസ്റ്റ് 2025 ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് ട്രാക്ക് റെക്കോർഡ് കുറച്ച് ഷോർട്ട് ആണ്. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഫണ്ട് ഏതാന്നുള്ളത് നോക്കാം.
അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഫണ്ട് വരുന്നത് മോത്തിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്ട് ലൈൻ ഗ്രോത്ത് ആണ്. അപ്പൊ 30th October 2022 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത്. അപ്പൊ 31st August 2025 പ്രകാരം ഈ ഒരു ഫണ്ട് AUM വരുന്ന 516 കോടിയാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന രാകേഷ് ഷെട്ടി അതിൽ സ്വപ്നിൽ മയക്കർ ആണ്. അപ്പൊ 24th December 2025 രാകേഷ് ഷെട്ടി ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതേ സമയത്ത് സ്വപ്നിൽ മയക്കർ 12th June 2025 മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് ഒബ്ജക്റ്റീവ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ETF യൂണിറ്റ്സ് അതുപോലെ തന്നെ സിൽവർ ETF യൂണിറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഗോൾഡ് അതിൽ സിൽവർ പ്രൈസ് ആണ് ഈ ഒരു ഫണ്ട് ട്രാക്ക് ചെയ്യുന്നത്. എന്നാൽ എന്താണ് സ്കീമിന്റെ പെർഫോമൻസ് ഗോൾഡ് അതിൽ സിൽവർ യൂണിറ്റ്സിൽ നിന്ന് എന്താണ് കുറച്ച് വ്യത്യാസം ഇവിടെ ഉണ്ടാവാം. കാരണം എന്താണ് അണ്ടർലൈൻ ETF ട്രാക്കിംഗ് എറർ ഇവിടെ ഉണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മോത്തിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് അവരുടെ അസറ്റ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ വേറെ മ്യൂച്വൽ ഫണ്ടിന്റെ ETF യൂണിറ്റ്സിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫണ്ട് ഏകദേശം അവരുടെ അസറ്റിന് 70% ICICI Prudential ഗോൾഡ് ETF യൂണിറ്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 30% നിപ്പോൺ ഇന്ത്യ സിൽവർ ETF യൂണിറ്റ്സിലേക്കും. അപ്പൊ മോത്തിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്ട് ലൈൻ ഗ്രോത്ത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 55.24% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിട്ടേൺസിന്റെ പുറകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു ഫണ്ട് ഒരു ഫിക്സഡ് മിക്സോടെയാണ് തുടങ്ങിയത്. 70% ഗോൾഡ് അതുപോലെ തന്നെ 30% സിൽവർ. അപ്പൊ പോർട്ട്ഫോളിയോ എന്താണ് മോസ്റ്റ്ലി ഗോൾഡിലേക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സിൽവർ ആഡ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പൊ മാർക്കറ്റിൽ എന്താണ് ഗോൾഡ് അതുപോലെ സിൽവറിന്റെ വില മാറുന്നതനുസരിച്ച് ഫണ്ടിന്റെ വെയിറ്റേജും ഇവിടെ മാറും. ഇപ്പൊ ഇവിടെ ഗോൾഡ് സിൽവറിനേക്കാൾ പെട്ടെന്ന് കൂടുവാണെങ്കിൽ എന്താണ് ഗോൾഡിന്റെ ഷെയർ പോർട്ട്ഫോളിയോയിൽ ഇവിടെ കൂടും. ഇനിയിപ്പോ സിൽവർ ഗോൾഡിനേക്കാൾ വേഗത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ സിൽവറിന്റെ ഷെയർ ഇവിടെ കൂടും. അപ്പൊ ഫണ്ട് അടുപ്പിച്ച് റീബാലൻസ് ചെയ്യുന്നില്ല, അവർ നാച്ചുറലി മാർക്കറ്റ് ട്രെൻഡ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അനുവദിക്കുന്നുണ്ട്. ഇപ്പം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പോർട്ട്ഫോളിയോയുടെ എന്താണ് 90% എത്തുമ്പോൾ ഫണ്ട് ഗോൾഡ് സിൽവർ മിക്സ് എന്താണ് 17:30 റീസെറ്റ് ചെയ്യും. അപ്പൊ ഫണ്ട് ഇവിടെ എല്ലാ ക്വാർട്ടറിലും ഗോൾഡ് സിൽവർ എക്സ്പോഷർ റിവ്യൂ ചെയ്യും 90% ക്യാപ്പ് ബ്രേക്ക് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു ഫണ്ട് എന്തുകൊണ്ടാണ് ഈ 70% അലോക്കേഷൻ ഗോൾഡിലേക്ക് അതുപോലെ 30% സിൽവറിലേക്ക് എന്നുള്ള കാര്യം അല്ലേ? അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ആണ് കൂടുതൽ എക്കണോമിക് വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് ഹൈലി ലിക്വിഡ് ആണ്. സിൽവറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് ഇൻഫ്ലേഷൻ എഗൻസ്റ്റ് എന്താണ് ഒരു ബെറ്റർ ഹെഡ്ജ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അലോക്കേഷൻ അത്യാവശ്യമാണ് ഗോൾഡിലേക്ക്. കൂടാതെ സിൽവർ ഗോൾഡിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സിൽവറിന് വലിയ ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഇവിടെ കുറയും. അപ്പം അങ്ങനെയായിട്ടുണ്ടെങ്കിൽ എന്താണ് സിൽവറിന്റെ പ്രൈസ് എന്തായാലും നെഗറ്റീവ്ലി ഇവിടെ ബാധിക്കും. ഇനിയിപ്പോ നമുക്ക് ഗോൾഡ് അതുപോലെ സിൽവർ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കോറിലേഷൻ നമുക്ക് എന്താണെന്നുള്ളത് നോക്കിയാലോ. ഇപ്പൊ ഗോൾഡിന് നിഫ്റ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. അതേസമയത്ത് സിൽവറിനാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് വന്ന് എഡൽവൈസ് ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്ട് ലൈൻ ഗ്രോത്ത് ആണ്. അപ്പോൾ 14 September 2022 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത്. അപ്പോൾ 31st August 2025 പ്രകാരം 563.88 കോടിയുടെ AUM ആണുള്ളത്. അപ്പൊ ഈ ഒരു ഫണ്ട് തുടങ്ങിയ തൊട്ട് എന്താണ് ഭവേഷ് ജെയിൻ അതുപോലെ ഭാരത് ലക്കോട്ടിയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫണ്ട് ഡൊമസ്റ്റിക് ഗോൾഡ് അതിൽ സിൽവർ പ്രൈസ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ETF യൂണിറ്റ് അതിൽ സിൽവർ ETF യൂണിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്കീമിന്റെ പെർഫോമൻസ് ഗോൾഡ് ആൻഡ് സിൽവർ ETF ചെറുതായിട്ട് മാറ്റം ഉണ്ടാവും. കാരണം ETF ട്രാക്കിംഗ് എറർ കാരണം. അപ്പൊ ഈ ഒരു ഫണ്ട് ഏകദേശം അവരുടെ അസറ്റിന്റെ 50% എഡൽവൈസ് ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഏകദേശം 50% അവർ എഡൽവൈസ് സിൽവർ ETF യൂണിറ്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എഡൽവൈസ് ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്ട് ലൈൻ ഗ്രോത്ത് കഴിഞ്ഞ ഒരു വർഷത്തിൽ 56.36% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 3 വർഷത്തിൽ 33.26% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിട്ടേൺസിന്റെ പുറകുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫണ്ട് തുടങ്ങി അന്ന് തൊട്ട് അവരുടെ അസറ്റിന്റെ 50% ഗോൾഡിലേക്കും അതുപോലെ തന്നെ എന്താണ് 50% സിൽവറിലേക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫണ്ട് മാനേജേഴ്സ് പല മാക്രോ ടെക്നിക്കൽ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിന്റെ ബേസിൽ ഗോൾഡ് ETF അല്ലെങ്കിൽ സിൽവർ ETF അലോക്കേഷൻ അവർ ഇവിടെ തീരുമാനിക്കും. ഇപ്പൊ ഫണ്ടിന്റെ നെറ്റ് അസറ്റിന്റെ ഒരു ചെറിയ പോർഷൻ എന്താണ് ക്യാഷ് ആയിട്ട് അവർ ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലേക്ക് സെബി അല്ലെങ്കിൽ RBI റെഗുലേഷൻ പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ ട്രപ്സ് അല്ലെങ്കിൽ ട്രപ്സിന്റെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സ്കീമിന്റെ ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗോൾഡും സിൽവറും രണ്ടും ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. 2008 ഗ്ലോബൽ ക്രൈസിസിന്റെ സമയത്ത് ഗോൾഡ് അതുപോലെ സിൽവറിന്റെ കോമ്പിനേഷൻ ഡെറ്റ് ഇന്ത്യൻ അതുപോലെ ഇന്റർനാഷണൽ ഇക്വിറ്റീസിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ 2015-16 UN ഡിവാലുവേഷൻ അതുപോലെ തന്നെ 2020 കോവിഡ് പാൻഡമിക്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ഇന്ത്യൻ അതുപോലെ ഇന്റർനാഷണൽ ഇക്വിറ്റീസിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
സോ എക്കണോമിക് സ്ട്രെസ്സിന്റെ സമയത്ത് ഇക്വിറ്റീസിനെക്കാളും ഗോൾഡും അതുപോലെ സിൽവറും എന്താണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഈ ഒരു ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വർഷമാണ് ഗോൾഡ് പ്ലസ് സിൽവർ ഔട്ട് പെർഫോം ചെയ്തേക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് എപ്പോഴും ഔട്ട് പെർഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഗോൾഡ് അതുപോലെ സിൽവറിലേക്കൊക്കെ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. പിന്നെ ഡയറക്റ്റ് അതുപോലെ റെഗുലർ പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ എത്ര ശതമാനമാണ് നിങ്ങൾ ഗോൾഡ് അതുപോലെ സിൽവറിലേക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്? അപ്പം താഴെ നിങ്ങൾക്ക് അത് കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്കോ അല്ലെങ്കിൽ കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലോട്ട് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.